ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, ഒരു ഷോപ്പിംഗ് വ്ളോഗ് എന്നൊക്കെ നമുക്കിതിന് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ വന്നതിന് ശേഷമുള്ള സെക്കൻഡ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊബറൊക്കെ വിളിച്ച് സെറ്റായി ഞങ്ങൾ ഊബറിൽ കയറിയിട്ട് പോവുകയാണ്. നേരത്തെ എവിടെ പോയി ആക്രാന്തം കാണിക്കലെന്ന് പറഞ്ഞേ? ഡ്രസ്സിന്റെ ഷോപ്പിൽ പോയി. ഇറ്റ്സ് ത്രിഫ്റ്റ് പോയി ആക്രാന്തം കാണിക്കാൻ പാടില്ലാന്നുണ്ടോ ഗൈസ്? ത്രിഫ്റ്റ് ആണത്. എൻ്റെ നെയിൽസ് എങ്ങനെയുണ്ട്? ഇത് കിട്ടിയുടെ കലാവിരുതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കമന്റ് ബിലോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ പോകുന്നത് ഞങ്ങൾ വാല്യൂ വില്ലേജ് എന്ന് പറയുന്ന ഷോപ്പിലെത്തി. എന്തായിട്ട് അത് ത്രിഫ്റ്റ് സ്റ്റോറാണെന്നാണ് പറയുന്നത്. ഞാൻ പോയി കുറച്ച് ത്രിഫ്റ്റിയിട്ട് വരാം കേട്ടോ. ഇവിടെ നോർമലി ആൾക്കാർ ഈ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്നാണ് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. ത്രിഫ്റ്റ് സ്റ്റോറിൽ ഭയങ്കര റേറ്റ് കുറവാന്നൊക്കെയാണ് പറയുന്നത്. റേറ്റൊക്കെ ഫൈൻ. ഞാനിവിടെ ഡ്രസ് ഷോപ്പിലൊന്നും ഞാൻ വേറെ പോയിട്ടില്ല. പക്ഷേ എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ യൂസ്ഡ് ആണെങ്കിലും ഒരു ഭംഗിയില്ല കാണാനായിട്ട്. അതുകൊണ്ട് എനിക്കൊന്നും തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബുക്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് വായിക്കാൻ പറ്റിയ പോലത്തെ ബുക്സ് ആയിരുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ ബുക്സ് ഒന്നും എടുത്തില്ല. ഞാൻ 2 എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കയറിയത്. ഇതൊന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഇംഗ്ലീഷ് അല്ലാന്ന് തോന്നുന്നു. അതെല്ലാം വലിയൊരു സെറ്റപ്പുകളാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ നോക്കി. സ്റ്റോറിൽ പോയിട്ട് എനിക്കൊന്നും മേടിച്ചതില്ല. പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല, അതാണ് മെയിൻ കാര്യം. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം യൂസ്ഡ് പ്രൊഡക്റ്റ്, ഈവൻ ഇന്നേഴ്സ് വരെ യൂസ്ഡ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങളുടെ തറവാട് സ്വത്തായ ഡോളറാമയിലേക്ക് കയറി. ഇവിടെ ഡോളറാമയിൽ ഭയങ്കര റേറ്റ് കുറവാണ്. അങ്ങനെ കയറി ഒന്നും അവിടെ നിന്ന് എടുത്തില്ല. ഞങ്ങളിങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി ഓരോന്ന് കണ്ടുവെച്ചു. ഞാൻ ഓരോ ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ് ഡോണറ്റ്സ് ഒക്കെ ഏട്ടന് കാണിച്ചു കൊടുക്കും. അങ്ങനെ അത് വേണ്ട, അത് കൊള്ളൂല. ഏട്ടനെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണമായിരുന്നു. ഇവിടുത്തെ പാത്രത്തിൻ്റെ സെക്ഷനൊക്കെ കണ്ടിട്ട് എൻ്റെ കൈയൊക്കെ തരിക്കുമായിരുന്നു ഓരോന്ന് എടുക്കാൻ. പക്ഷെ വെറുതെ വാങ്ങി വെക്കണ്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ ഞങ്ങളൊന്നും തന്നെ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചധികം നേരം കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മേടിച്ചില്ല ഡോളറാമിൽ നിന്ന്. ഏട്ടൻ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ പർച്ചേസിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ പോയി മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത കടയിലേക്ക് കയറി. അവിടെ തന്നെ ഒരു ഏരിയയിൽ ഫുള്ളുണ്ട്. അടുത്ത് ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ പോലും കാണില്ലായിരിക്കും ഇത്ര വെറൈറ്റീസ് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോയും നോർമൽ പൊട്ടറ്റോ ഒക്കെ. അതുപോലെ വെറൈറ്റീസാണ്. അത്ര ഫ്രഷ് ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഉള്ള വെജിറ്റബിൾസ് ഒക്കെ അതെ എന്ത് ഫ്രഷാണെന്നറിയോ ഇരിക്കുന്നതാണ്. ഇപ്പം എന്ത് മരുന്നടിച്ചിട്ടാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കാണാൻ ഭയങ്കര ഫ്രഷാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് തേങ്ങ വേണമായിരുന്നു. സോ തേങ്ങ ചിരണ്ടിയത് എടുക്കാൻ വേണ്ടി പോയി. ഇവിടെ കരിക്കൊക്കെ ഇങ്ങനെ പാക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീറ്റ് ഐറ്റംസ്, സോസേജുകൾ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഫ്രഷ് ഫ്രൂട്ട്സാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാം എടുക്കാമെന്നും. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അതിൽ. നമുക്കൊന്നും അറിയാത്ത നമ്മൾ എടുത്തില്ല. പിന്നെ ഒരു ബേക്കറി സൈഡിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ മഫിൻ മാത്രമേ എടുത്തുള്ളൂ. വേറെ ട്രൈ ചെയ്യണം ഓരോന്നാ. ഒരുപാട് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ പാക്ക്ഡ് ആയിട്ടുള്ള മീറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീം ഇവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരുപാട് ടൈപ്സ് ഐസ്ക്രീം ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്സ് ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ഞാൻ വലിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒലീവ്സ് ഒക്കെ ഇങ്ങനെ ഉപ്പിലിട്ടതും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ഓഫ് എഗ്ഗ് ഞാൻ കണ്ടു, റോസ് കളർ എഗ്ഗ്. ഗൈസ്, ഈ എഗ്ഗ് എന്താണെന്ന് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞങ്ങളൊരു പച്ച മീൻ മേടിക്കാന്നൊക്കെ ഓർത്തിട്ട് പോയി. ഞങ്ങളുടെ ഉള്ളത് പാക്ക്ഡ് മീൻ ഞങ്ങളുടെ ഓൾറെഡി ഉണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ പച്ചമീൻ മേടിക്കാമെന്ന് ഓർത്ത് പോയി. പക്ഷേ എനിക്കിത് വെട്ടി ക്ലീനാക്കി റൂമിലൊക്കെ മണം വരുന്ന ഓർത്തപ്പോൾ ഞാൻ പിന്നെ ഡ്രോപ്പ് ചെയ്തു. നല്ല ഫ്രഷ് ഫിഷ് ആയിരുന്നു കേട്ടോ അവിടെ. എല്ലാ ടൈപ്പ് ഫിഷ്, ക്രാബ്, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ പല മീനുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മീനൊക്കെ കാണാനായിട്ട് നല്ല ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല. ഈ കാണുന്നതൊക്കെ ഒറിജിനൽ പൂവാണ്. എന്ത് ഭംഗിയാണെന്ന്. ഇവിടുത്തെ പൂവിനൊക്കെ ഭയങ്കര കളറാണ്. ഞാൻ ഈ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചിട്ട്. ഇവിടെ വീടുകളിലൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, ഗാർഡൻ ഉണ്ട് കേട്ടോ. ഓരോ വീട്ടിലും ഭയങ്കര കളറാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫ്ലവർ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ എന്നെ അവിടെ ആക്കിയിട്ട് തിരിച്ച് ഡോളറാമയിൽ പോയി. കാരണം ഇനി എൻ്റെ ഡോളറാമയിൽ കയറ്റി അധിക ചിലവായാലും ഓർത്തിട്ടായിരിക്കും. അതൊന്നുമല്ല ഗൈസ്. ഇനി ഞാൻ ഈ വലിയ ബാഗും പിടിച്ച് പൊക്കി അവിടെ പോകണ്ട. അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ ആൾ പോയി. നമുക്കിവിടെ കിച്ചണിൽ നമ്മുടെ നാട്ടിലെ പോലെ പഴയ ബനീനൊന്നും ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ആകും. നമുക്ക് എപ്പോഴും ടിഷ്യൂ പേപ്പർ കയ്യിൽ വേണം. അപ്പം കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കിറ്റ്കാറ്റ് മേടിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഊബർ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോക്കായി. എന്തൊക്കെയാണ് മേടിച്ചതെന്ന് നോക്കാം. ഇതൊക്കെ ഏട്ടൻ്റെ ഐറ്റംസ് ആണ്. ഇതെന്താ സ്പീക്കർ മേടിച്ചു. പിന്നെ ഇവിടെ ചാർജ് ചെയ്യാൻ മറ്റേ പ്ലഗില്ലേ, അതിൻ്റെ സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഐസ് ട്രേ. ഇവിടെ ഐസ് ട്രേ ഇല്ല. ഫ്രിഡ്ജൊക്കെ നല്ല അടിപൊളി ഫ്രിഡ്ജാണ്, പക്ഷേ ഐസ് ട്രേ ഇല്ല. അപ്പോൾ ഒരു ഐസ് ട്രേ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏട്ടൻ്റെ ഐറ്റംസ് ഒന്നും നമ്മൾ വലിക്കുന്ന കാര്യമില്ല. ലെറ്റ്സ് ഓപ്പൺ അവർ കിച്ചൺ ബാഗ്. ഇതെന്താ
ചിക്കൻ്റെ ബ്രസ്റ്റ് അല്ലേ, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ഫ്രഷ് മല്ലിയില കിട്ടും. ലുക്കായിട്ട് നാട്ടിൽ കിട്ടും എത്ര ഫ്രഷ് സാധനം ഇല്ല. പിന്നെ ഇത് ഞങ്ങൾ സലാഡാണ് കഴിക്കുക കൂടുതലും. സോ സലാഡിനുള്ള കോണ്, പഴത്തിനൊക്കെ ഭയങ്കര വില കുറവായിരുന്നു. നല്ല ഫ്രഷ് പഴം മേടിച്ചിട്ടുണ്ട്. പഴം വേണ്ട കഴിച്ചു. പിന്നെ ഇത് റൊട്ടിയാണ്. റൊട്ടിയല്ല, ചപ്പാത്തിയായിട്ട് കഴിക്കാൻ പറ്റും. ഞാനിത് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ചപ്പാത്തി അല്ല, അത് മറ്റേ സാധനം, റോൾ ഉണ്ടാക്കാനുള്ള സാധനം അത്. പിന്നെ 3 ബോക്സ് സ്ട്രോബെറിക്ക് എന്തോ ഓഫർ ആയിരുന്നു, അപ്പോൾ ഏട്ടനെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് 3 ഞാൻ തിന്ന് തീർക്കണ്ടേ. ഇല്ല, ഞാനിത് ഫ്രീസറിൽ കയറ്റും, കഴുകി വെള്ളം കളഞ്ഞിട്ട് ഫ്രീസറിൽ കയറ്റും. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി തൈര് ഫ്ലോപ്പ് ആയിരുന്നു, ഇപ്രാവശ്യത്തെ വിജയിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഒരു ബോക്സ് തൈര് മേടിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ പോലും കിട്ടില്ല, അത്ര ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാർ സ്വീറ്റ് പൊട്ടറ്റോ കാര്യമായിട്ട് കഴിക്കും. പിന്നെ ഞങ്ങൾ സലാഡിലേക്കുള്ള പിന്നെ ചെറി ടൊമാറ്റോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മാമ്പഴം. ഞാൻ ഒരിക്കലും ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ എനിക്ക് കുറേ കമൻറ്റ് വന്നു, പുളിശ്ശേരി ഒന്നുണ്ട്, റെസിപ്പി വേണമെന്നുണ്ട്. സോ ഞാൻ 2 എടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല മധുരമുണ്ട്. ഞാനത് ഫ്ലോപ്പ് ആയിരിക്കും നാട്ടു, കാരണം വില കുറഞ്ഞ് കണ്ടപ്പം കൊള്ളിലായിരിക്കും നാട്ടു. പക്ഷേ നല്ല മധുരമുണ്ട്. കഴുകി ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാൻ വേണ്ടി യൂസ് ചെയ്യാം. കുറച്ച് ഫ്രീസറിൽ വെക്കാം. നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതൊക്കെ താഴെ നോർമൽ ഫ്രിഡ്ജ് വെച്ചാൽ മതി. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പലഹാരങ്ങളൊന്നും മേടിച്ച് വെച്ചില്ല, പക്ഷെ ഇവിടുത്തെ മഫിൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. സോ ഐ ബോട്ട് ദാറ്റ് 1 too. ഞാൻ നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ. ഇത് പുതിയ ഫ്ലേവർ ആയിട്ട്, ഇതുവരെ ഞാൻ മേടിക്കാത്തൊരു ഫ്ലേവറാണ്. കുഴപ്പമില്ല. ഞങ്ങൾ തമ്മിൽ എന്തടി ഉണ്ടായും ലാസ്റ്റ് മഫിനിൽ വരും. എനിക്കൊരു മഫിൻ വാങ്ങി തന്നെ ഞാൻ ചെയ്തു തരാമെന്ന് പറയും. പിന്നെ ഒരു സാധനം വാങ്ങിയിട്ട് ഞാനും എൻ്റെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലു, ഷബീനെ വിളിച്ച് വഴക്ക് പറയും. ഇതിവിടെ ഐസ്ക്രീമാണ്, 3 ഫ്ലേവറിൽ വരുന്ന പൊട്ടും. ഏട്ടൻ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഫോൺ വിളിക്കുമ്പോൾ എപ്പോഴും എന്നോട് പറയും, നമുക്ക് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഐസ്ക്രീം വാങ്ങിത്തരാന്ന്. ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല വാങ്ങി തന്നത്. ആൾ നേരെ അവിടെ പോയി ഞാൻ ഇവിടെ സാധനം എടുക്കുമ്പോൾ ഇത് പോയി എടുത്തിട്ട് ഞാൻ വേണ്ടാണ്ട് കേട്ടൊന്നുമില്ല. ഇവിടെ ഭയങ്കര റേറ്റ് കുറവ്, ഐസ്ക്രീമിന് നല്ല റേറ്റ് കുറവ്. അങ്ങനെ എനിക്കൊരു ബോക്സ് ഐസ്ക്രീം കിട്ടി. ഇതെൻ്റെ വീട്ടിൽ കണ്ടാൽ എന്നെ ശരിയാക്കാം. എൻ്റെ അമ്മ ബ്ലോഗ് കാണുന്നത് എനിക്ക് അറിയാം. പിന്നെ ബ്രെഡ്, പ്ലീസ് ക്ലോസ് ദാറ്റ് ഡ്രോർ. ദെൻ ഈ ലെമൻ്റെ ടേസ്റ്റ് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർമ്മയെടുക്കുന്നതാണ്. ലെമൺ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് സലാഡ് ഉണ്ടാക്കുന്നത്. പിന്നെ 1 ബോക്സ് ഓഫ് എഗ്ഗ്. പിന്നെ വാങ്ങിയ തേങ്ങ. ഇവിടെ വന്നിട്ട് ആകെ ഇഷ്ടക്കച്ചവടം തോന്നിയത് ഈ തേങ്ങയ്ക്ക് മാത്രമാണ്. 2 പാക്കറ്റ് തേങ്ങ വാങ്ങിയിട്ടുണ്ട്, തേങ്ങ ചേരണ്ടി. പിന്നെ കുക്കുംബർ, എഗെയിൻ 1 പാക്കറ്റ് ഓഫ് ബനാന. ഇതെന്താ നാറ്, സലാഡ് ക്യാരറ്റ്, ദെൻ സം ആപ്പിൾ. അതെ, ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സവോള ഭയങ്കര മധുരമാണ്, ടേസ്റ്റ് ഇല്ല, വെള്ള കളർ സവോളയാണ്. അങ്ങനെ ഇന്ന് ഞാൻ ഈ സവോള മേടിച്ചു. ഇവിടെ വാങ്ങാൻ കിട്ടും, പക്ഷെ മറ്റേതിന് വെച്ച് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിട്ട് വാങ്ങിട്ടു. പക്ഷേ ഇന്ന് റേറ്റ് കുറവായിരുന്നു, അങ്ങനെ ഞങ്ങൾ ഇത് എടുത്തു. പിന്നെ ബ്രൊക്കോളി ആൻഡ് ചക്കക്കുരു ഉണ്ട്. അപ്പോൾ ചക്കക്കുരു വാങ്ങി വയ്ക്കാൻ വേണ്ടി ഒരു പച്ച വാങ്ങി എടുത്തു. ഇത്രയാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തു. ഇത്രയൊക്കെയാണ് ഐറ്റംസ്. ഇനി നമുക്ക് ഓരോ ദിവസം വെറൈറ്റി ഓഫ് ഐറ്റംസ് കാണാം. ഓക്കെ, ബൈ.